ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ്. ഇന്ന് നമ്മുടെ കിച്ചണിൽ നമ്മൾ തയ്യാറാക്കുന്നത് പിസ്സ ആണ്. പിസ്സ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ആരുമില്ല. വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ഒരു സ്നാക്സോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിസ്സ ആണ് ഓർഡർ ചെയ്യുന്നതല്ലേ. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ പിസ്സയുടെ ബേസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, വിത്തൗട്ട് ഓവനും ഈസ്റ്റും എല്ലാം ഒന്നുമില്ലാണ്ട് തന്നെ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു പിസ്സ ബേസും തയ്യാറാക്കാം. ശേഷം നമുക്ക് പിസ്സയും റെഡിയാക്കാം. ബേസ് പിസ്സ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്ത് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പിസ്സ ബേസ് ആൻഡ് പിസ്സ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി നമുക്ക് ഇതിന് ഡോ പ്രിപ്പയർ ചെയ്യാം. അതിനായി ഒരു 2 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഹെൽത്തി വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് മൈദയും 1 കപ്പ് ആട്ടപ്പൊടി ചേർക്കാം. ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 ടീസ്പൂണ് നമുക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചസാര ആഡ് ചെയ്തേ പറ്റൂ കേട്ടോ. നല്ലൊരു കളർ കിട്ടാനായിട്ടും ആണ് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു മാവിൻ്റെ നടുവിൽ ഒരു ചെറിയ ഗ്യാപ്പായിട്ട് നമുക്ക് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് തൈര് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്തതിന് ശേഷം ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു തൈരും ആ ഒരു മിക്സറും മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ തൈരും ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എല്ലാം നന്നായിട്ട് ഫോർമെൻറ്റേഷൻ ആയിട്ട് നല്ല ഒരു ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യുക, സ്പൂൺ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ മസ്റ്റർഡ് ഓയിലോ ഒന്നും യൂസ് ചെയ്യാണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് സ്മെല്ലില്ലാത്ത ഓയിൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊരു ഡോ പരിവാവുന്നിടം വരെ നമുക്ക് ഒന്ന് നീഡ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം യൂസ് ചെയ്തോളൂ, വെള്ളം ഇല്ലെങ്കിൽ തൈരിൻ്റെ ആ ഒരു അംശം മാത്രം മതിയെങ്കിൽ അത് ചെയ്തോളൂ കേട്ടോ. എനിക്കിവിടെ ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവ് തോന്നിയുകൊണ്ട് ഞാനിവിടെ കുറേശ്ശെ ആദ്യം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തു. ശേഷം വീണ്ടും 1 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു സ്റ്റിക്കി ഫീൽനെസ് ഉണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് കുറേശ്ശെ മൈദപ്പൊടി ഒന്ന് തൂകി നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ എന്തുമാത്രം നന്നായിട്ട് കുഴച്ചെടുക്കുന്നു അത്രമാത്രം സോഫ്റ്റ്നെസ് ആണ് നമ്മുടെ ഡോ റെഡിയായി കിട്ടുന്നത്. സോ അതുകൊണ്ട് നമുക്കൊരു 5 to 7 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുഴയ്ക്കുന്ന അത്രമാത്രം നമ്മുടെ ബേസ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഡോ ഇവിടെ സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുക, മാവ് ഇതുപോലെ അടിയിലോട്ട് ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം. പുറമേ നിന്ന് വലിച്ച് അത് പതിയെ ഒന്ന് വലിച്ച് ഉള്ളിലോട്ട്, അതായത് അടിയിലോട്ട് നന്നായിട്ടൊന്ന് ടക്ക് ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യുക, കുറച്ച് ഓയിൽ നമ്മുടെ ആ ഒരു ബൗളിലോട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ ടക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിൻ്റെ കൊടുത്തതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 20 മിനിറ്റ് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. 20 മിനിറ്റിന് ശേഷം നോക്കിക്കോളൂ, നമ്മുടെ മാവ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് നീഡ് ചെയ്ത് കൊടുക്കാം. മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് നീഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് തൂവിക്കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ചപ്പാത്തി റോൾ ചെയ്യുന്ന ആ ഒരു കൗണ്ടർ ടോപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ മേലെ വെച്ച് നന്നായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് ഇത് 2 പോർഷനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതായത് 2 പിസ്സ ബേസാണ് നമ്മൾ ഈ ഒരു 2 കപ്പ് മൈദപ്പൊടിയും കൊണ്ട് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 പോർഷനായിട്ട് ഞാനിവിടെ ഇത് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് അടിയിലോട്ട് ഇതൊന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ടക്ക് ചെയ്തതിന് ശേഷം ഒരു പോർഷൻ നമ്മൾ ബൗളിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് ആ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂകി നമുക്ക് ഒന്ന് ചപ്പാത്തി റോൾ ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഏത് വലുപ്പത്തിലാണ് ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ തിക്നെസ് എന്തുമാത്രം വേണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു
തരാം. നോക്കിക്കോളൂ, നന്നായിട്ട് ഇതുപോലെ പരത്തിയതിന് ശേഷം ആ ഒരു നമ്മുടെ പിസ്സ ബേസിൻ്റെ തിക്നെസ് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആ ഒരു ബേസ് ആവശ്യമുള്ളത്. ഇത്രയും സൈസിൽ നമുക്ക് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇത് ഒന്ന് പ്രിക്ക് ചെയ്തെടുക്കാം. ചപ്പാത്തി പൊന്തി വരുന്ന രീതിയിൽ പൊന്തി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പിസ്സ ബേസിൽ നമുക്ക് പ്രിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതാ പ്രിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പിസ്സ ബേസ് ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇതേ സെയിം രീതിയിൽ തന്നെ അടുത്ത കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓവൻ അല്ല യൂസ് ചെയ്യുന്നത്, ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ നമ്മൾ ഒരു എന്താ പറയുക ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ബേസ് ഒന്ന് വെച്ച് കൊടുക്കാം. ബേസ് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വൺ സൈഡ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 2 to 3 മിനിറ്റിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ഔട്ട് ചെയ്തെടുക്കാം. ഒരു എന്താ പറയുക സ്പാച്ചുല യൂസ് ചെയ്ത് അത് ജസ്റ്റ് പതിയെ ഒന്ന് ഫ്ലിപ്പ് ഔട്ട് ചെയ്ത് കൊടുക്കാം. ഇതേ സെയിം രീതിയിൽ ഫ്ലിപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ആ ഒരു സെയിം ടൈമിൽ ലോ ഫ്ലെയിമിൽ 2 to 3 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ഔട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ആ ഒരു കളറും ടെക്സ്ചറും ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ പുറമെ നിന്ന് വാങ്ങുന്ന അതേ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ബേക്ക് ആയി കിട്ടിയിരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബേസ് എടുത്തതിന് ശേഷം അടുത്തതും കൂടെ ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്ത് വെച്ച ഈ ഒരു പിസ്സ ബേസ് നമ്മൾ നെറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഗ്രില്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ആ ഒരു ആവി തട്ടി വെള്ളമയം പോലെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ഞാൻ അടുത്തതും കൂടി സെയിം രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു സെയിം പാനിലോട്ട് നമ്മുടെ രണ്ടാമത്തെ ബേസും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ പിസ്സ ബേസ് രണ്ടാമത്തെയും കൂടെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പിസ്സ ബേസും എടുത്ത് ഈ 2 ബേസും കൂടെ നന്നായിട്ടൊന്ന് തണക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ ബേസ് നോക്കിക്കോളൂ, നമ്മുടെ പുറമിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു സൈസിൽ തന്നെയാണ് റെഡിയായി കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പിസ്സ ബേസ് റെഡിയാക്കി വെക്കാം. ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്തും വെക്കാം. അപ്പം നമുക്കിത് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ പിസ്സ ബേസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു സിപ്പ് പൗച്ചിലാണ് ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സിപ്പ് പൗച്ച് എടുക്കാം, അതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പിസ്സ ബേസ് നമ്മുടെ ഫ്രീസറിലോട്ട് വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കൊരു 10 to 15 മിനിറ്റ് മുന്നേ എടുത്തിട്ട് നമുക്കിത് പിസ്സ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ഒരെണ്ണം എന്തായാലും ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം പിസ്സ നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് അതും കൂടെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു പിസ്സ ബേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് സോസ് ഒന്ന് റെഡി ആക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ പിസ്സ സോസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്സ സോസ് മാത്രം യൂസ് ചെയ്യാം. ഞാനിവിടെ ടൊമാറ്റോ സോസും പിസ്സ സോസും മിക്സ് ചെയ്താണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബേസ്, അതായത് ഈ ഒരു സോസ് നമുക്ക് ആ ഒരു ബേസിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോസ് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആസ് യൂസ്വൽ നമ്മൾ വെജ് പിസ്സയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ടൊമാറ്റോസ് നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ്, അതായത് സ്ലൈസസ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ക്യാപ്സിക്കം കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ തന്നെ നന്നായി ഡിസൈനായിട്ട് നമുക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഓണിയൻസ് ഞാൻ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് സ്വീറ്റ് കോൺ ആഡ് ചെയ്യാം, പനീർ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മേലെ ഓണിയൻസ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഒലീവ്സും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിസ്സ ആണല്ലോ, അപ്പോൾ എന്തായാലും ഒലീവ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒലീവ്സും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഓറിഗാനും നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഓറിഗാനും ചില്ലി ഫ്ലേക്സ് സ്പ്രിങ്കിൾ കൊടുത്തതിന് ശേഷം ആ ഒരു നമ്മുടെ വെജിറ്റബിൾസിന് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മൊസറല്ല ചീസ് നമുക്ക് നന്നായിട്ട് നമ്മുടെ എത്രമാത്രം നമുക്ക് ഇഷ്ടം അത്ര അനുസരിച്ച് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ആ ഒരു സെയിം പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിം വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പിസ്സ നമുക്ക് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നമ്മുടെ ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളും, നമ്മുടെ ഈ ഒരു ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതേ സെയിം സ്പാച്ചില യൂസ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതൊട്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് പിസ്സ കട്ടർ അല്ലെങ്കിൽ ഒരു നൈഫ് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഏതൊരു ഷേപ്പിലാണ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ നോക്കിക്കോളൂ, അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓവനൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല സൂപ്പർബായിട്ട് തന്നെ നന്നായിട്ട് ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബാക്ക് സൈഡിലെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ആയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് അതേ സെയിം രീതിയിൽ തന്നെയാണ് ബേക്ക് ആയി കിട്ടിയിരിക്കുന്നത്. അത് നോക്കിക്കോളൂ. അപ്പോൾ ഇതാ നല്ല യമ്മി ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു പിസ്സ ബേസും പിസ്സ എങ്ങനെ തയ്യാറാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടു നോക്കിക്കോളൂ. കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.